നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ആസിഫ് അലിയുടെ വിഷയം. ഇന്നലെ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന പ്രോഗ്രാം, നമുക്കറിയാം MD എഴുതിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ ലോഞ്ചിങ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MD സാറിൻ്റെ 91 ജന്മദിനവും നിരവധി ആളുകൾ പങ്കെടുത്ത്, മമ്മൂക്ക ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടി. അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ ചിത്രമാക്കി വെബ് സീരീസ് പോലെ ആക്കിയ ആ ചിത്രങ്ങളിൽ അഭിനയിച്ചവരെയും അണിയറ പ്രവർത്തകരെയും ആദരിക്കുന്ന ചടങ്ങുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മലയാളികളെ എന്നും ഇഷ്ടപ്പെട്ട ഒരു നടൻ ആസിഫ് അലി. ആസിഫ് അലിയെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു വ്യക്തി കൂടിയാണ്. എൻ്റെ നാട്ടുകാരൻ, അഭിമാനത്തോടുകൂടി എവിടെയും തലയുയർത്തി പറയാം, ആസിഫ് അലിയുടെ നാട്ടുകാരനാണ് ഞാനെന്ന് പറയാൻ കഴിയുന്ന ആസിഫ് അലി. എൻ്റെ വീട്ടിൽ നിന്നും 100-200 മീറ്റർ അകലം മാത്രമുള്ള ആസിഫ് അലി അന്നും ഇന്നും ചിരിച്ചു തന്നെ എന്ത് വിഷയങ്ങളുണ്ടായാലും നേരിടുന്ന ഒരു വ്യക്തി. ആസിഫ് അലി ചെയ്തു വച്ചിരിക്കുന്ന ഓരോ സിനിമയുടെ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ തട്ടിയിട്ടുണ്ട്. അവസാനം ഇറങ്ങിയ തലവൻ ഉൾപ്പെടെ നമുക്കറിയാം എന്തുമാത്രം അഭിനയ മികവ് കൊണ്ട് ആസിഫ് അലി ആ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആസിഫ് അലി എന്ന ആ നടൻ, ആസിഫ് അലി എന്ന ആ മനുഷ്യൻ, ഇന്നലെ അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷയം സോഷ്യൽ മീഡിയ നിറഞ്ഞു ചർച്ച ചെയ്യുകയാണ്. ഒരു കലാകാരൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും സംഗീതമെല്ലാം നമ്മൾ ശ്രോതാക്കൾ എന്ന നിലയിൽ കാതിൽ കേൾക്കുന്ന ഒരു വലിയ സംഗീതജ്ഞനാണ് രമേശ് നാരായണൻ. അന്നും ഇന്നും നമ്മൾ അദ്ദേഹത്തെ, സംഗീതത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം എന്ന മനുഷ്യനെ നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോട് രാത്രിയോട് കൂടി വെറുക്കപ്പെട്ടിരിക്കുന്നു. സമൂഹം അങ്ങനെയാണ്. ഒരു നടനെ അപമാനിക്കാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. മമ്മൂക്ക പോയതിന് ശേഷവും, എനിക്ക് തോന്നുന്നു മമ്മൂക്കായും MD സാറും പോയതിന് ശേഷം ഇദ്ദേഹത്തിനൊരു ഉപഹാരം നൽകണം. അപ്പോൾ ആങ്കർ വിളിക്കുന്നു, ഇദ്ദേഹത്തിനൊരു സ്നേഹോപഹാരം നൽകാൻ വേണ്ടി ആസിഫ് അലിയെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നു. ആസിഫ് ഇത് അറിഞ്ഞിട്ടുള്ളതല്ല, ആസിഫിൻ്റെ പേരെഴുതി വെച്ചിട്ട് ആസിഫിനെ വിളിച്ചതാണ്, അതിൻ്റെ സംഘാടകർ നൽകിയ പേരാണ്. അങ്ങനെ ആസിഫ് ആ ഉപഹാരം നൽകാൻ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ നിറഞ്ഞ മനസ്സോടെ നല്ലൊരു ചിരിയോടുകൂടി അദ്ദേഹം രമേശ് നാരായണൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഉടൻ തന്നെ ആസിഫ് അലി ആ ഉപകാരത്തിന് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിക്കുന്നില്ല, അദ്ദേഹം പോയി തന്നെ വാങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ആർക്കോ വേണ്ടി എന്തോ വാങ്ങുന്ന പോലെ വാങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് ബിജുമേനോൻ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ആരെയും നോക്കാതെ അദ്ദേഹം തട്ടിപ്പറിച്ച് വാങ്ങിയതാണ്, എന്താണെന്ന് അറിയില്ല, എങ്ങനെയോ വാങ്ങി. ആ ആസിഫ് അലി എന്ന നടൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേദനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ തന്നെ കണ്ടു നിന്നവരെല്ലാം ആ സംസാരമുണ്ടായി രാത്രി തന്നെ. ഉടൻ തന്നെ അദ്ദേഹം ചെയ്തതാണ്, അതാണ് ഏറ്റവും. ആസിഫ് അലി അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഉടൻ തന്നെ ജയരാജിൻ്റെ സിനിമയിലാണ് അദ്ദേഹം സംഗീതം ചെയ്തിരിക്കുന്നത്. ഈ MDയുടെ സിനിമയിൽ ജയരാജിനെ വിളിച്ച് ആസിഫ് അലിയോട് മാറി നിൽക്കുക എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയും ആസിഫ് അലി മാറ്റി നിർത്തിക്കൊണ്ട് ജയരാജിനെ വിളിക്കുകയും അദ്ദേഹത്തിൽ നിന്നും ആ മൊമെൻ്റ് നൽകിയിട്ട് തിരിച്ചു വാങ്ങി ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രഷർ കണ്ടതാണ്. ഒന്നും കൂടെ നിങ്ങൾ കാണൂ ആ സംഭവം. ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ, ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കടൽക്കാറ്റ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കും. ആസിഫ് അലിയുടെ സിനിമയിലേക്കുള്ള വരവ്, ഞാൻ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഇന്ത്യ വിഷൻ എന്ന എൻ്റർടൈൻമെൻറ്റ് ചാനൽ ആങ്കറായിട്ട് വന്ന് ഒറ്റയ്ക്ക് തന്നെ പോരാടി വഴിവെട്ടി തന്നെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. അദ്ദേഹത്തെ ആരും സിനിമയിൽ കൈപിടിച്ച് ഉയർത്തിയതല്ല. അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ, ആസിഫിൻ്റെ കഴിവുകൊണ്ട് ഓരോ പടി മുന്നോട്ട് പോയി. മലയാള സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടൻ, അതിലുപരി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മനുഷ്യനാണ് ആസിഫ് അലി.
ഇന്നലെ ആ സംഭവം ഉണ്ടാകുമ്പോഴും ആസിഫ് അത് നേരിട്ടതാണ്. ആസിഫിൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനുണ്ടായ ആ പ്രശ്നം നേരിട്ടത്. അതാണ് ആസിഫ് അലി. അങ്ങനെയാണ് ആസിഫ് അലി. അങ്ങനെ ആകാനേ ഒരു കലാകാരന് കഴിയുള്ളൂ. മിസ്റ്റർ രമേശ് നാരായണൻ, താങ്കൾ ഒരു കലാകാരനാണോ? താങ്കൾ ഒരു കലാകാരനാണെങ്കിൽ താങ്കൾക്കിത് യോജിച്ചതല്ല എന്ന് തന്നെ ഉറക്കെ ഉച്ചത്തിൽ പറയാൻ മലയാളി പ്രേക്ഷകരുണ്ട്. മലയാളികൾ സിനിമ എന്ന മേഖലയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആസിഫ് അലി എന്ന നടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പല മ്യൂസിക് ഡയറക്ടർമാരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, താങ്കൾ അതിനൊന്നും അർഹനല്ല എന്ന് ഇന്നലെ രാത്രി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ആസിഫ് അലിയുടെ വരവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസിഫ് അലി സിനിമയിൽ വന്ന് ശരിക്കും ചുവടുറപ്പിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ടി വിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ആസിഫ് അലി വന്ന് പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മയിൽ വരുന്നു. നികേഷ് സാർ എടുക്കുന്ന ഒരു കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ മീറ്റ് ദ എഡിറ്റേഴ്സിൽ, മോഹൻലാലിനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നു. ആ മോഹൻലാലിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ മുട്ടുകൂട്ടിയിടിച്ച കഥ വരെ പറയുന്നു. അത്രമാത്രം മറ്റ് താരങ്ങളെ ബഹുമാനിക്കുന്നു. മമ്മൂക്കായുമായുള്ള ബന്ധം, മലയാളത്തിലെ എല്ലാവരുമായിട്ട് ബന്ധമുള്ള ആളാണ് ആസിഫ് അലി. ആ ആസിഫ് അലിയെ ഇന്നലെ രാത്രി അപമാനിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് നാരായണൻ, താങ്കൾ ഒരു കലാകാരനല്ല. വലിയ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം. ആസിഫിനോട് ഞാൻ അങ്ങനെ ചെയ്തതല്ല, ആസിഫിനെ വിളിക്കണം, എനിക്ക് ക്ഷമ ചോദിക്കണം, ആ സമയത്ത് അങ്ങനെ ഉണ്ടായതല്ല, ആസിഫിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഞാൻ വിളിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്, പരസ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ജയരാജ് എന്നെ വിളിച്ച് കയറ്റിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നതല്ലേ, എന്തുകൊണ്ട് ജയരാജ് എന്നെ വിളിച്ച് കയറ്റിയില്ല? ഇത് ജയരാജിനോടാണ് താങ്കൾ ചോദിക്കുന്നത്. അതിൻ്റെ വൈരാഗ്യം ആസിഫ് അലി എന്ന കലാകാരനോടല്ല തീർക്കേണ്ടത്. അങ്ങനെ തീർക്കാനുള്ളതല്ല ആസിഫ് അലി. ആസിഫ് അലിയെ നിങ്ങൾക്ക് വേട്ടയാടാനുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സംഗീതം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ നിങ്ങളുടെ സംഗീതം കേൾക്കുന്ന ആളുകളാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ സംഗീതം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഓർമ്മ വരുന്നത് MD എന്ന മഹാപ്രതിഭയുടെ ജന്മദിന ആഘോഷത്തിനിടയിൽ താങ്കൾ ആസിഫിനോട് കാണിച്ച ആ ക്രൂരതയാണ് ഞങ്ങളുടെ മനസ്സിൽ ഓടി വരികയുള്ളൂ. താങ്കൾ ഇന്ന് പറഞ്ഞല്ലോ മാപ്പ് പറയാൻ തയ്യാറാണെന്ന്. മിസ്റ്റർ രമേശ് നാരായണ, താങ്കളുടെ ഒരു മാപ്പ് ആസിഫിന് വേണ്ട, ഒരു ക്ഷമാപണം ആസിഫിന് വേണ്ട. ആസിഫ് അത് ഇന്നലെ ചിരികൊണ്ട് പുഞ്ചിരിയോടുകൂടി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതാണ് ആസിഫ്. ആസിഫ് അങ്ങനെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചെയ്തത് മറ്റൊരു നടനായെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, മറ്റാളുകളുടെ കൈപിടിച്ച് വന്ന ഒരു നടനായിരുന്നെങ്കിൽ താങ്കൾ ഇത് ചെയ്യില്ല, താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് പിൻബലമുണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ആസിഫിനുള്ള പിൻബലമുണ്ടല്ലോ. ലോകത്തുള്ള മലയാളികളെല്ലാം ആസിഫിൻ്റെ കൂടെ, രാഷ്ട്രീയക്കാർ ആസിഫിൻ്റെ കൂടെ, സിനിമാ മേഖലയിൽ പല ആളുകളും പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ കുറിച്ച് രംഗത്ത് വരുന്നു. അതിനപ്പുറം ആസിഫിനെ സ്നേഹിക്കുന്ന സ്വന്തം നാട്ടുകാരും ഫേസ്ബുക്കിൽ പല കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. സ്വന്തം നാട്ടുകാരൻ തൊടുപുഴക്കാർ, ഇടുക്കി ജില്ലക്കാർ ഫേസ്ബുക്കിൽ അനവധി കുറിപ്പുകളാണ് കുറിച്ചിരിക്കുന്നത്. ഇളകിയാൽ അതൊരു തേരോട്ടമായിരിക്കും ഇവരെല്ലാം. മനസ്സിലാക്കുക, ഒരു കലാകാരനും യോജിക്കാത്തൊരു സംഭവം തന്നെയാണ് ഇന്നലെ താങ്കൾ ചെയ്തത്. ഇന്നലെ മറ്റൊരു കാഴ്ച മനസ്സിന് വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ തോന്നിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. MD സാറിൻ്റെ ജന്മദിനത്തിന് കേക്ക് മുറിച്ച് കഴിഞ്ഞ ശേഷം കേക്ക് പ്രിയപ്പെട്ട മമ്മൂക്ക MD സാറിൻ്റെ നാവിൽ വെച്ചു കൊടുത്തതിന് ശേഷം മമ്മൂക്കയുടെ തോളത്തേക്ക് ചാരുന്ന MD സാർ. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എക്കാലവും ഓർത്തു വെക്കാനുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കലാകാരന്മാർ, അതാണ് ഇഷ്ടം. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. ഇത് രണ്ട് നേരിട്ട് കണ്ട ആളാണ്. ആ MD എന്ന ആ മഹാപ്രതിഭ, മമ്മൂട്ടി എന്ന നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയുടെ നെഞ്ചത്ത് ചേർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം, അവരുടെ സ്നേഹം, സിനിമയും സൗഹൃദവും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ സ്നേഹം, അവിടെയാണ് ആസിഫ് അലിനെ അപമാനിച്ച രമേശ് നാരായണൻ എന്ന മ്യൂസിക് ഡയറക്ടറിനോട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. താങ്കൾ പണ്ടേ ഇങ്ങനെയാണ്, അഹങ്കാരിയാണെന്ന് പൊതുവേ പറയുന്നുണ്ട്. ഇത് നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റവുമില്ല. അത്രമാത്രം ആസിഫിനെ ഇഷ്ടപ്പെടുന്ന, സിനിമാ മേഖല ഇഷ്ടപ്പെടുന്ന ആളുകൾ, പ്രേക്ഷകർ, താങ്കളുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന ശ്രോതാക്കൾ ഉൾപ്പെടെ താങ്കൾക്കെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു. ആ വിരൽ നിങ്ങൾക്ക് തട്ടിമാറ്റാൻ കഴിയില്ല. ആസിഫിനോടൊപ്പം മാത്രം.